തിരുവനന്തപുരത്ത് അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പേരയം സ്വദേശികളായ സുഭദ്ര, ഗീത എന്നിവർ. അമിതമായി ഗുളിക കഴിച്ചാണ് മരിച്ചതെന്ന് പോലീസ് നിഗമനം. മാനസിക സമ്മർദ്ദമെന്ന് ബന്ധുക്കൾ. അപകീർത്തി കേസിൽ ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രനും അനിൽ ആന്റണിക്കും കോടതി നോട്ടീസ്. അടുത്ത മാസം 31-ന് കോടതിയിൽ ഹാജരാവണം. ഉത്തരവ് TG നന്ദകുമാർ നൽകിയ പരാതിയിൽ. കണ്ണൂർ കുളത്തിന്റെ പടവിൽ തലയടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് തിലാനൂർ സ്വദേശി രാഹുൽ. കുളത്തിലേക്ക് ചാടുന്നതിനിടെ പടവിൽ തലയിടിച്ചാണ് അപകടം. മഹാരാഷ്ട്ര നാഗ്പൂരിൽ മലയാളി ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് തിരുവനന്തപുരം സ്വദേശി റിജു, ഭാര്യ പ്രിയ. ജീവനൊടുക്കിയത് കടബാധ്യതയെ തുടർന്നെന്ന് പോലീസ്. കണ്ണൂർ വളപട്ടണം പുഴയിൽ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം പറശ്ശിനിക്കടവ് പാലത്തിനു മുകളിൽ നിന്നും ചാടിയ ആളുടേത്. മരിച്ചത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറും ചമ്പാട് സ്വദേശിയുമായ രമേശ്. മാനവസേന വെൽഫെയർ സൊസൈറ്റിയുടെ ഭരത് ഗോപി പുരസ്കാരം നടൻ സലീം കുമാറിന്. പുരസ്കാരം ആഗസ്റ്റ് 15-ന് ആറ്റിങ്ങലിൽ നടക്കുന്ന വാർഷികാഘോഷ ചടങ്ങിൽ കൈമാറും. കൊല്ലം അഞ്ചലിൽ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. ഓണത്തിന് നാടൻ പച്ചക്കറി വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുക ലക്ഷ്യം. അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് S സജീവ് ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ ദിനാഘോഷം സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിനെയും കൃതികളെയും പരിചയപ്പെടുത്തുന്ന ലക്ഷ്യത്തോടെ. മലയാള അധ്യാപകൻ ഷിജു ബഷീറിന്റെ വേഷമണിഞ്ഞ് പാത്തുമ്മയോടൊപ്പം ആടുമായി കുട്ടികൾക്കിടയിലേക്ക് എത്തിയത് കൗതുകമുണർത്തി. കരിപ്പൂർ വിമാനത്താവള പരിസരത്തു നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഒരാൾ പിടിയിൽ. പിടിയിലായത് വേങ്ങര സ്വദേശി സെയ്ദ് ഹുസൈൻ കോയ. തൃശൂർ കുണ്ടഴിയൂർ GMUP സ്കൂളിൽ ബഷീർ ദിനം ആചരിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണകൾ പുതുക്കിയത് കഥ, പോസ്റ്റർ രചനകളിലൂടെയും വിവിധ കലാപരിപാടികളിലൂടെയും. പ്രസിഡന്റ് അഫ്സൽ പാടൂർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ അംഗപരിമിതർക്കുള്ള പെട്ടിക്കടയുടെ ഉദ്ഘാടനവും താക്കോൽ കൈമാറ്റവും നടത്തി. പെട്ടിക്കട അനുവദിച്ചത് 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ശ്രീകുമാർ നിർവഹിച്ചു. കൊല്ലം പള്ളിമുക്കിൽ SDPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരം പുന്നല കറവൂർ അലിമുക്ക് റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന്. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന ആവശ്യം.